തൃശൂരിൽ ഇന്ന് പുലികൾ ഇറങ്ങും. അരമണി കിലുക്കി കുടവയർ കുലുക്കി പുലിക്കൂട്ടം ഇന്ന് തൃശൂർ നഗരഹൃദയം കീഴടക്കും. പുലിക്കളിക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. 9 ടീമുകളാണ് പുലിക്കളിയിൽ അണിനിരക്കുക. അയ്യന്തോൾ, കൊട്ടൻകുളങ്ങര, സീതാറാം മിൽ ലൈൻ, ചക്കാമുക്ക, നായ്ക്കനാൽ, വിയൂർ യുവജന സംഘം, ശങ്കരൻകുളങ്ങര, വെളിയന്നൂർ ദേശം, പാട്ടുരായ്ക്കൽ ടീമുകളുടെ പുലികളാണ് നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിക്കുക. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ പുലിമടകളിൽ നിന്നും ചേരും അല്പസമയത്തിനകം. എന്തായാലും അവിടെ മെയ്യെഴുത്ത് പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ പുലികൾ ഓരോരുത്തരായി തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ നമുക്ക് പുലികളുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഞങ്ങളുടെ ഫുൾ ടീം ന്യൂസ് 18 സജ്ജമാണ്. പൂർണ്ണമായും പുലിക്കളിയുടെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി വിവിധ ഇടങ്ങളിൽ നിന്നും ഇപ്പോൾ ഒരുക്കങ്ങൾ നമ്മൾ കാണുന്നു. മന്ത്രി കെ രാജൻ പുലിയുടെ മെയ്യെഴുത്ത് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. നമ്മൾ എല്ലാ തവണയും കാണുന്ന പുലിക്കളിയിൽ കാണുന്ന ഒരു ദൃശ്യമാണ്. തൃശ്ശൂരുകാരുടെ വലിയ ആവേശമാണ്, അവരുടെ വികാരമാണ് പുലിക്കളി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ. ഇനി മണിക്കൂറുകൾ മാത്രമാണ് പുലികൾ നഗരവീഥിയിലേക്ക് ഇറങ്ങാനുള്ളത്. വലിയ ആവേശം എല്ലാ പുലിമടകളിലും ഉണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഭവ്യയും അഖിൽ ഓട്ടുപാറയും കുട്ടൻകുളങ്ങരയുടെ മടയിൽ നിന്നും ചേരുകയാണ്. ഭവ്യ, ആവേശം വാനോളമാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ്. മെയ്യെഴുത്ത് തകൃതിയായി പുരോഗമിക്കുകയായിരിക്കും അല്ലേ? തീർച്ചയായും അശ്വതി, ഞങ്ങൾ ഇതാ കുട്ടൻകുളങ്ങരയുടെ മടയിലാണ്. പുലി മട തന്നെ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. നമുക്ക് എവിടെ നോക്കിയാലും പുലികളെ കാണാം. ഇപ്പോഴെന്തായാലും പുലികളുടെ ഒരുക്കങ്ങൾ, പുലി വര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇതാ നമുക്കൊരു പുലിയെ പരിചയപ്പെടാം. എന്താ പേര്? ആൽവിൻ. ചെറിയ കുട്ടിപ്പുലിയാണോ ഇവിടുത്തെ? ആണോ? എത്ര വർഷമായി? 2ാമത്തെ വർഷം. വര പൂർത്തിയായിട്ടില്ല അല്ലേ? ഇതിങ്ങനെ ബുദ്ധിമുട്ടാണോ? ഇങ്ങനെ കുറെ നാൾ? ബുദ്ധിമുട്ടൊന്നുമില്ല. ആവേശമാണ്. നമുക്കിതൊരു ആവേശമാണ്. വർഷാവർഷം ഈ പുലിക്കളിക്ക് ഇങ്ങനെ ഇറങ്ങാന്നുള്ളത് നമ്മുടെ ഒരു നമ്മൾ പറയും സാധാരണ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. അതേപോലെ നിങ്ങൾ പറയാറ് നമ്മൾ അടുത്ത പിന്നെ പുലിക്കളിക്ക് കാണാൻ കെട്ടിയതല്ലേ? ഞങ്ങൾക്ക് ഓണത്തിന് മുന്നേ സീസൺ തുടങ്ങും. കുലിക്കേ വയറൊന്ന് കുലിക്കേ പെയിന്റ് ഉണങ്ങിയിട്ടില്ല, പെയിന്റ് ഉണങ്ങണം. അതാണ്. അപ്പൊ ഇതില് പുലി വരകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മള് നേരത്തെ പോയ മടകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് അശ്വതി. അത് ഇവിടെ കൂടുതലും പെൺകുട്ടികളാണ് വരയ്ക്കുന്നതാണ്. എന്താ പേര്? ഗ്രീഷ്മ. വരയ്ക്കുന്ന ആളാണ് അല്ലേ? പഠിക്കുകയാണ്, ഫൈൻ ആർട്സ് കോളേജ് പഠിക്കുക. ഇവിടെ കൂടുതലും പെൺകുട്ടികളാണോ വരയ്ക്കുന്നത്? അറിയില്ല. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഉണ്ട്, വേറെ ആൾക്കാർ അറിയില്ല. ശരി ചേട്ടാ, ഇങ്ങനെ നിക്കണം കൊറേ നേരമായിട്ട്. വേദനിക്കുണ്ടോ? വൈബാണ്. നമ്മള് പൊളിക്കും, കപ്പടിക്കാൻ കുട്ടൻകുളങ്ങര. അത് പറയാൻ പറ്റില്ല. ഇതെന്ത് പുലിയാ ചേട്ടാ? ഏത്? വരയംപുലി. ചേട്ടാ എല്ലാ വർഷവും വരയംപുലിയിലാണ് വരയ്ക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, വരയ്ക്കും. ഇവിടെ ചെറിയൊരാളുണ്ട്. എന്താ പേര്? ആൽബിൻ. എത്ര വർഷമായി? 3 വർഷം. എന്ത് പുലിനെ വരയ്ക്കുന്നേ? ഇത് പുള്ളിപ്പുലി. വരയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? അതാണ്. ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ വര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു ചേട്ടൻ കുറെ നേരമായിട്ട് വരച്ച് നിൽക്കുന്നുണ്ട്. ചേട്ടന്റെ പേരെന്താ? അഖിൽ. ചേട്ടൻ എത്ര വർഷമായി? 2ാമത്തെ വർഷമാണ്. ശരി. അപ്പം ഇങ്ങനെ നിക്കണം കുറെ നേരം. തീർച്ചയായും നമുക്ക് ഇറങ്ങണോ അല്ലേ? ആവേശമാണ്. കുട്ടൻകുളങ്ങര കപ്പടിക്കോ? തീർച്ചയായും കപ്പടിക്കും. ഇവിടെ ഞാൻ വന്ന സമയത്ത് അശ്വതി നമ്മളിവിടെ കുറെ ആളുകളെ കണ്ടു. കൂട്ടത്തിൽ ഒരു പെൺ പുലിയെ കാണുകയാണ്. പുലി വേഷം കെട്ടാൻ പോകുന്ന ആളല്ല. നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ യുവജനോത്സവത്തിന് ഒരു 5:30 മണിക്കട്ടിൽ ആ പാട്ടുപാടി സോഷ്യൽ മീഡിയ താരമായ ഒരാളുണ്ട്. ആളിവിടെ ഫോട്ടോഗ്രാഫറായി ഇങ്ങനെ നടക്കുകയാണ്. പഠിക്കുന്ന കുട്ടിയാണ് അല്ലേ? പരിചയപ്പെടാം നമുക്ക്. പേരെന്താ? കൃഷ്ണ. കൃഷ്ണയുടെ പാട്ട് വൈറലായിരുന്നു, അറിയാം, ഓർമ്മയില്ലേ? ഇൻസ്റ്റഗ്രാം ഭരിച്ച ഒരു പാട്ടുകാരിയാണ്. ആ പാട്ടൊന്ന് പാടിയാലോ? നമുക്ക് ഒന്ന് വൈബായാലോ നമുക്ക്? ഓക്കെ. അഞ്ജനമണിക്കട്ടിലുമേ നല്ല പഞ്ഞാണി തേർമെത്തേമേ അഞ്ജന പർവ്വതം പോലെ മങ്ക കിടപ്പു കാണുന്നേ കുന്നത്ത് കുന്ന പൂത്ത പോലെ വയനാടൻ മഞ്ഞൾ പോലെ കുഴൽ മൂടി മങ്ക തൻ്റെ മുഖമഴകാണേ. അടിപൊളി. അപ്പോൾ ഈ പാട്ട് നമുക്കറിയാം, ഇൻസ്റ്റഗ്രാമൊക്കെ ഒരുപാട് ഭരിച്ചൊരു പാട്ടാണ്. ആ പാട്ട് പാടി ആളെ ഇവിടെ അവിചാരിതമായിട്ട് കണ്ടതാണ്. നമുക്കിവിടെ കുട്ടൻകുളങ്ങരയുടെ കുറേ ടീം നമുക്ക് അവരെ വിശേഷങ്ങളൊക്കെ ഒന്ന് പോവാം.
കുട്ടൻകുളങ്ങര കപ്പടിക്കോ? അടിക്കോ? അടിക്കും. ആ, ഇത് 100%. ഇത് നമ്മുടെ പിന്നെ കൂട്ടത്തിലുള്ള വലിയ മൂത്തപ്പ പുലിയാണോ? അല്ല, ഇത് മൂന്നാം കൊല്ലമുള്ള മൂത്തപ്പ പുലി 51 കൊല്ലം പുലിയിലുണ്ട്. ആളെ പ്രതിയോഗിക്കണ് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? കപ്പടിക്കുന്നതിന്റെ പ്രതീക്ഷ ഒരു അടിച്ചു പൊളിക്കും. 8 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം ഇറക്കിയതാണ്. അപ്പൊ എന്തായാലും കപ്പടിക്കണം. കപ്പടിക്കോ? ഇവരൊക്കെ എല്ലാവരും വലിയവരൊക്കെ ആയിട്ട് നല്ല പേരുണ്ടാക്കി തന്ന ടീമായിരുന്നു. അപ്പൊ അത് കുറച്ചു കാലം ഗ്യാപ്പ് ഒന്ന് വന്നു. അപ്പൊ അത് പൂർണ്ണ ശക്തിയോടെ കുറെ കാലമായിട്ട് കുറെ കപ്പൽ ഇവിടെ ഉണ്ട്. അതിലേക്ക് ഈ കൊല്ലത്തെ കപ്പ് ഞങ്ങൾ തിരിച്ചു കൊണ്ടിവിടെ വെക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കേ, ഒന്ന് എല്ലാവരും ഒന്ന് ഒരുമിച്ച് കുട്ടൻകുളങ്ങര ഒരു ആവേശം ഒന്ന് കാണിച്ച് നമ്മുടെ പ്രേക്ഷകരെ. അതാണ് കുട്ടൻകുളങ്ങര പൊളിയാണ്. കൂട്ടത്തിൽ ഒരു കുട്ടിപ്പുലി ഉണ്ടല്ലേ? എന്താ പേര്? നിരഞ്ജൻ. കുട്ടിപ്പുലി ഒരുങ്ങിയിട്ടില്ല, ഒരുങ്ങാൻ റെഡി ആവുന്നുള്ളൂ. നിരഞ്ജൻ പേര്. നിരഞ്ജൻ ആദ്യമായിട്ടാണോ? എങ്ങനെയുണ്ട്? എക്സൈറ്റ്മെന്റിലാണോ? എത്രയാ പഠിക്കുന്നേ? നിരഞ്ജന്റെ അനിയനാണോ ഇത്? അനിയൻ വേഷം കെട്ടുന്നുണ്ടോ? ഇല്ല. ഇല്ല. ചേട്ടൻ വീട്ടിലെ പുലിയാണോ? ആണോ? വീട്ടിലെ പുലിയാണ്. നാട്ടിലെ പുലിയാണ്. അച്ഛനാണോ ഇത്? വല്യച്ഛനാണ്. അപ്പം വീട്ടിലെ പുലിയാണ്. ശരിക്കും പുലിയാൻ പോവാ. അപ്പൊ ഒരു കുട്ടി പുലി നിങ്ങളെ കൂട്ടത്തിലുണ്ട്. നമുക്കൊരു പാട്ടൊക്കെ പാടി കുട്ടൻകുളങ്ങര ഒരു ആവേശം അങ്ങോട്ട് അറിയിച്ചാലോ? എന്നാ ആയിക്കോട്ടെ, ഒരു പാട്ട്. എല്ലാരും സ്റ്റെപ്പൊക്കെ വെച്ച് ഉഷാറാവില്ലേ? ഓക്കെ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാലിക്കാവിടെ ചിന്തും കണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാലിക്കാവിടെ ചിന്തും ചിന്തുണ്ടേ. മിഴി നെഞ്ചും തിളയുന്ന സ്റ്റോപ്പ്. ഇതേ ഉള്ളു പാട്ട്? വേറെ ആരും ഇല്ല ഇവിടെ പാട്ടുകാരൊന്നും? അത് ശരി. അപ്പൊ എന്തായാലും നമ്മൾ പൊളിക്കാൻ പോവാണ്. കുട്ടൻകുളങ്ങര തകർക്കും. ഓക്കെ. ഇപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങും. നമ്മളൊരു 2:15 കൂടിയിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ എന്തായാലും കുട്ടൻകുളങ്ങരയുടെ ഒരു ആവേശമാണ് നമ്മൾ കണ്ടത്. ഇവരെന്തായാലും ഒരുക്കങ്ങൾ ഇങ്ങനെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പുലിച്ചേട്ടനുണ്ട്. കുറെ നേരമായിട്ട് ഞാൻ വന്നപ്പോ തൊട്ട് ഇങ്ങനെ കമ്പും കുട്ടി നിൽക്കുകയാണല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ നിൽക്കാൻ. അടിപൊളിയല്ലേ? എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ആണ്. എവിടെന്നാ വരുന്നത്? തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. മൊത്തം തൃശ്ശൂരാണോ പുലിവേഷം കിട്ടുന്നത്? അങ്ങനെയൊന്നുമില്ല. വേറെ ജില്ലയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് വരുന്നവരുണ്ട്, പാലക്കാട് നിന്ന് വരുന്നവരുണ്ട്, എല്ലായിടത്തും വരുന്നവരുണ്ട്. ഇത് എന്ത് പുലിയാ? ഇത് വരയം പുലിയാണ്. കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. ശരിക്കും ആള് പുലിയാണോ? ഞാൻ ഇവിടെ മാത്രമൊന്നുമല്ല, ഞാൻ കോഴിക്കോടൊക്കെ പുലി വേഷം കെട്ടാറുണ്ട്. കോഴിക്കോട് പുലിയാണോ? മൊത്തം ജില്ലയിൽ ഇങ്ങനെ നടക്കുവാണ് പുലിയായിട്ട്. അതായത് തൃശ്ശൂരിന്റെ ഒരു തനത് കലയാണല്ലോ പുലിക്കളി. അപ്പോ അവിടെ ഓരോ സമ്മേളനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിളിക്കും. അപ്പൊ പോയി വേഷം കെട്ടും. ഇവിടെ പുലി വരയ്ക്കുന്ന ഒരാളുണ്ട്. എങ്ങനെയുണ്ട് വരയൊക്കെ? കുഴപ്പമില്ല. കംപ്ലീറ്റ് ആക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അശ്വതി, ഞാൻ കുട്ടൻകുളങ്ങര ദേശത്തിനൊപ്പമാണ് ഉള്ളത്. കുട്ടൻകുളങ്ങര പുലിക്കാരുടെ മടയിലാണുള്ളത്. ഇവിടെ എന്തായാലും ഫുൾ കളറാണ്. ഇങ്ങനെ ഉണർന്നു വരുന്നേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ കാരണം വരകൾ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ, വര പൂർണ്ണമാവുന്നേ ഉള്ളൂ. എന്തായാലും മൊത്തത്തിൽ ഇവിടെ കളറാണ്, വൈബാണ്. അക്കാര്യത്തിൽ സംശയമില്ല. നമുക്ക് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അറിയണം. ഇവിടെ ഒരു കാലിന് സുഖമില്ലാത്തൊരു ചേട്ടനടക്കം പുലിവേഷം കിട്ടുന്നുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് എത്തണം. അങ്ങനെ ഒരു കുട്ടി പുലി അടക്കമുള്ള ഒരു മടയാണ് കുട്ടൻകുളങ്ങരയുടേത്. 51 പുലികൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ അരമണി കിലുക്കി വയറ് കുലുക്കി ഇവിടുത്തെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തും. ഇവിടെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അശ്വതി. ശരി ഭവ്യ, നമുക്ക് എന്തായാലും കുട്ടൻകുളങ്ങരയിൽ നിന്ന് ശങ്കരൻ